ഇടുക്കിയുടെ വന്യതയും കാർഷിക ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും നിറഞ്ഞ ബൈസൺ വാലിയിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ PR സതീഷിന്റെ പ്രകൃതിയുമായുള്ള ബന്ധമാണ് സൃഷ്ടിയുടെ പ്രാഥമിക പ്രചോദനമായി കരുതുന്നത്. PR സതീഷ് എന്നാണ് ആർട്ടിസ്റ്റിന്റെ പേര്. മലയാളിയാണ് ആർട്ടിസ്റ്റ്. ഇടുക്കിക്കാരനാണ്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ വന്യത എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ കാടും മലകളും ഒക്കെ തന്നെ പച്ചപ്പൊക്കെ നിറഞ്ഞ നാട്ടിൽ ജനിച്ച മനുഷ്യൻ. അതുമാത്രമല്ല, ആ വന്യത മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ ഭാഗമായിട്ടുള്ളത്. അവിടുത്തെ കാർഷിക വൃത്തിയും ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ ഭാഗമാണ്. രണ്ടു തരം മീഡിയമാണ് വർക്കിന് വേണ്ടി ഇയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഒന്ന് ഓയിൽ പെയിന്റിങ്, മറ്റൊന്ന് ചാർക്കോള്. കൂടുതലും ഓയിൽ പെയിന്റിൽ വലിയ ക്യാൻവാസുകളിലാണ് വർക്കുകളൊക്കെ തന്നെ. ഈ ക്യാൻവാസുകളിലെ വർക്കുകളിൽ വളരെ കുറെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറേയധികം കണ്ണുകളും പിന്നെ കുറെ ലാൻഡ്സ്കേപ്പുകളും ഒക്കെ തന്നെ കാണാൻ കഴിയും. അത് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പരിചിതമായ അദ്ദേഹം ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു ഏലത്തോട്ടത്തിലേക്ക് താമസം മാറ്റിയ അദ്ദേഹം കണ്ടിട്ടുള്ള രാത്രികാലങ്ങളിൽ കണ്ടിട്ടുള്ള കാഴ്ചകളെയാണ് കൂടുതലും പുള്ളിക്കാരൻ ഇവിടെ വരച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിലെ കാഴ്ചകളാണ്. അപ്പൊ ഇരുട്ട് ഒരു മറയായി നിൽക്കുമ്പോൾ എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഈ വർക്കുകൾ കുറച്ചുകൂടി വ്യക്തമാക്കും. തന്റെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന വൈവിധ്യങ്ങളുമായി ആഴത്തിലിടപെട്ട് ഋതുഭേദങ്ങളോടും പലവിധ ജീവജാലങ്ങളോടും ഇടപഴകിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. തന്റെ കലാപര്യവേക്ഷണങ്ങൾ ജീവിതത്തിലെ സങ്കീർണമായ ചില മാറ്റങ്ങളുടെ ഓർമ്മകളോടാണ് അദ്ദേഹം കൂട്ടിയിണക്കിയിരിക്കുന്നത്. മുഖങ്ങളും കണ്ണുകളും മാത്രമല്ല, മറ്റു ചിലയിടത്ത് പൂവായിട്ട് ഇതിനെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പലതരത്തിലുള്ള ബിംബങ്ങൾ, നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന പലതരത്തിലുള്ള ബിംബങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പല നിറങ്ങൾ ഉപയോഗിച്ച്. ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ വളരെ സ്ത്രീയുടെ ഒരു സാധ്യത കൂടിയുണ്ട്. മറ്റൊരിത് എല്ലാ ചിത്രങ്ങളിലും എല്ലാ ബിംബങ്ങളിലും കൃത്യമായൊരു സ്ട്രക്ചർ ഇല്ല. നമ്മൾ കാണുന്ന മനുഷ്യന്റെ രൂപങ്ങളൊന്നും ആയിരുന്നില്ല. എങ്കിൽ തന്നെ ഉണ്ട് ഈ കോലങ്ങൾ മാതിരിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും, വികൃതമായ ചില രൂപങ്ങളായിട്ട്. സത്യത്തിൽ ഇതാണ് ഇതിന്റെ ഒരു സൗന്ദര്യമായിട്ട് നിലനിൽക്കുന്നത് തന്നെ. കാരണം ഈ ഇരുട്ടത്ത് കാണുന്ന ചിത്രങ്ങൾക്കെല്ലാം കൃത്യം മനുഷ്യന്റെ രൂപം ഉണ്ടാകണമെന്നൊന്നും നിർബന്ധം പിടിക്കാൻ കഴിയില്ലല്ലോ. മൃഗങ്ങളും മനുഷ്യരും ഒക്കെ തന്നെയുണ്ട്. പിന്നെ ഒരു ഇമാജിനേഷന്റെ ഒരു സാധ്യതയുണ്ട്. പുള്ളിക്കാരൻ കണ്ട കാഴ്ചകൾ ഇമാജിൻ ചെയ്ത് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങൾക്ക് ഇങ്ങനെ ആകാമെന്നുള്ളൊരു തോന്നാണ്ട്. ഈ ചിത്രങ്ങൾ കണ്ടില്ലേ, ഇത് പച്ചയൊക്കെ കൊടുത്തിട്ട് ചെവിയൊക്കെ അതിന്റെ ആകൃതിയൊക്കെ ഭയങ്കര രസമാണ്. കണ്ണുകള് അത് ഭയങ്കര രസമായിട്ടാണ് പുള്ളിക്കാരൻ അവതരിപ്പിച്ചേക്കുന്നത്. പിന്നെ ഈ ക്യാൻവാസുകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നിൽ നിറങ്ങളില്ലാത്ത ക്യാൻവാസുകളല്ല, എല്ലാ നിറങ്ങളുള്ള ക്യാൻവാസുകളാണ് എന്നുള്ളതാണ്. പരിചിത മുഖങ്ങൾക്കിടയിൽ നിന്നും അകന്ന് ഒരു ഏലത്തോട്ടത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ജീവിതത്തിലെ ഒറ്റപ്പെടലാണ് അദ്ദേഹത്തെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിച്ചത്. This is based on that industrial things which you have mentioned, because artists have seen this thing as part of a factory. These places, this is a pipe, and some people find this as inside the sea. Kind of get that feeling of inside the algae and all those things. I've seen his painting like 2-3 years also. Like he keep this style of painting. This is a kind of expression. It is not like we can't just imagine of drawing this particular thing and expressing into paper. It is not going to happen. This is basically direct expression from the head. Just it is expressing through the brush directly. It is not imagining and drawing. But inspiration comes from the forest which he lived. ഈ ചിത്രങ്ങൾക്ക് കുറച്ച് സാധ്യത വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെ കണ്ട ആ ഒരു ഇടുങ്ങിയ ഒരു സാധ്യത ഒന്നുമില്ല. കുറച്ചുകൂടെ സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്ക്. അതുകൊണ്ട് ഈ കാണുന്ന സ്പേസുകളൊക്കെ കുറച്ച് എനിക്കൊന്ന് ലാൻഡ്സ്കേപ്പുകളും സ്കൈയും ഒക്കെ ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ അടയാളപ്പെടുത്തുന്നത്. എന്റെ കാഴ്ചയാണ്, എന്റേത് മാത്രമായ കാഴ്ചയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിൽ കുറച്ച് മുഖങ്ങള് കുറെ കൂടി വ്യക്തത തോന്നിക്കുന്നുണ്ട് മുഖങ്ങൾക്ക്. അത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും എല്ലാവരുടെയും ആകാം. കണ്ട കാഴ്ചകളില് എല്ലാ മുഖങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. ആ മുഖങ്ങളുടെ ഒരു രസമുള്ള കാഴ്ച കാണാം. അക്കാദമിക് ശൈലിയിൽ നിന്നും വിഭിന്നമായ തന്റേതായ ഒരു ശൈലിയിലൂടെ അമൂർത്തമായ ദൃശ്യവിസ്മയം സൃഷ്ടിക്കുന്ന സതീഷ് പഠനകാലത്തും തുടർന്നും
ആൾക്കൂട്ടത്തിൽ തനിയെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ അക്കാഡമിക് രീതികൾ വന്ന സമയത്ത് കുറച്ച് വാണിജ്യപരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. ആ ഒരു വർക്കിനെ, ആ ഒരു പെയിന്റിംഗ് രീതികളോട് താല്പര്യപ്പെടാതെ സാധാരണഗതിയിൽ ഈ പറയുന്ന ഈ കാർഷിക വൃത്തിയും ജീവിത സാഹചര്യങ്ങളും ഒക്കെ തന്നെ പെയിന്റിങ്ങിന്റെ ഭാഗമാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ. മറ്റൊന്ന്, അദ്ദേഹം കൊച്ചിയിലാണ് പ്രാക്ടീസ് ചെയ്തത്. സ്റ്റുഡിയോ ഒക്കെ കൊച്ചിയിൽ തന്നെയാണ്. അപ്പൊ ഈ കൊച്ചിയിലേക്ക് വന്ന സമയത്ത് ഈ ഒരു സമയത്ത് തന്നെ ഈ പരിചിതമായ സ്ഥലത്ത് നിന്ന് മാറി ഒറ്റപ്പെട്ട് ജീവിച്ച മനുഷ്യൻ പിന്നീട് കുറെ കൺജസ്റ്റഡ് പ്ലേസിലേക്ക് വന്നിട്ടുള്ള പിന്നെ കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് വന്ന് അവിടെ കുറെ റൂമിനുള്ളിൽ വരയും കാര്യങ്ങളുമായിട്ട് നിന്ന സമയത്ത് ഇപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളും രണ്ട് സ്പേസുകളും ഭയങ്കര ഡിഫറെന്റ് ആണ്. തിരിച്ച് ഈ ഒരു പ്ലേസിലേക്ക് വന്ന് ഈ രണ്ട് പ്ലേസുകളിൽ ഇരുന്ന് വർക്ക് ചെയ്ത അത്തരം വർക്ക് ആ ഒരു ഒറ്റപ്പെടലും ആ ഒരു രീതികളും ഓർമ്മകളും പിന്നെ ആണെങ്കിൽ കാഴ്ചകളും ഒക്കെ തന്നെ ഇയാളുടെ വർക്കുകളിൽ പ്രകടമാണ്. കാർഷിക വൃത്തി ഉപജീവനമാക്കിയ ഈ കലാകാരൻ തന്റേതു മാത്രമായ ഒരു ആവിഷ്കാര ശൈലി രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. Lot of elements of ice you can see, and human beings you can see, and then there is a deer you can see, and there is a peacock or some other bird you can see. It's like you look at it and you find things. I have taken kindergarten kids here, and if you read the wall text, kids were telling the same thing what is written in the wall text without explaining anything. So that evident this thing is. So you look at it, you find out if you have something to tell, you see something that you can tell to me. This red thing which can represent two things. Basically, it could be a forest fire, or it could be a evening sky, and that is a blue sky. And there you can see element of water everywhere. രാത്രി യാത്രകൾക്കിടയിലുള്ള കാഴ്ചകളെ വിഭ്രാത്മകമായ പശ്ചാത്തല ചിത്രീകരണത്തോടെ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ഒളിഞ്ഞിരുന്നു നോക്കുന്ന ഒരുപാട് കണ്ണുകൾ ദൃശ്യമാണ്. കാഴ്ചയുടെ ഒരു സാധ്യത തന്നെയാണ്. പുള്ളിക്കാരനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ പുള്ളിക്കാരന്റെ ജീവിത സാഹചര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ജീവിത രീതികളെ പറ്റി, അതായത് എങ്ങനെയാണ് ഈ കലയിലേക്ക് എത്തിയത്, അല്ലെ എങ്ങനെയാണ് ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടെത്തിയത് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അത്തരം സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് ഇതുപോലെ രാത്രികാലങ്ങളിലുള്ള സഞ്ചാരവും, ഏലത്തോട്ടം എന്ന് പറയുന്നത് ഇടുക്കി ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ്. ഏലത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ ഇടുക്കിയുടെ ഭാഗമാണ്, ഇടുക്കിയുടെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളിൽ ഏലത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന, പ്രത്യേകിച്ച് ഇരുട്ടത്ത് ഇറങ്ങി നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ മനുഷ്യരെ ഒന്നും കാണാൻ കഴിയില്ല. എന്തായാലും മൃഗങ്ങളുടെ കണ്ണുകളൊക്കെ തന്നെയാണ് ഇതിന് പ്രകടമാകുന്നത്. ഒരുപക്ഷെ പ്രകൃതിയുടെ മനോഹാരിതയും സന്തുലിതാവസ്ഥയും തകർത്തുകൊണ്ടുള്ള മനുഷ്യന്റെ ഇടപെടലുകളായിരിക്കാം ഇത്തരത്തിലുള്ള അമൂർത്ത ചിത്രങ്ങളുടെ സാരാംശം. കുത്തിവര എന്ന് പറയാം, അബ്സ്ട്രാക്റ്റഡ് പെയിന്റിങ്സ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അമൂർത്തമായ പെയിന്റിങ്സ്, അമൂർത്തമായ വരകള്. എന്താണ് അമൂർത്തത എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരാറുണ്ട്. ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ഇത് നോക്കുമ്പോഴൊക്കെ തന്നെ കുറെ വരകളും കുറച്ച് കളറുകള്, അങ്ങനെയല്ലേ കാഴ്ചകളുടെ ഒരു സാധനം. അങ്ങനെ തന്നെയാണ് ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ വന്ന് കണ്ട് ഇതിനകത്ത് എന്ത് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പം ചിലർക്ക് കണ്ണ് കാണാൻ കഴിയുന്നു, ചിലർക്ക് അതിന്റെ മുഖങ്ങൾ കാണാൻ കഴിയുന്നു, മറ്റു ചിലർക്ക് നിറങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. കാഴ്ച എന്ന് പറയുന്നതാണ്, അതാണ് ആർട്ട്. കാണുക എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുകയാണ്. ഉള്ളിൽ തികട്ടി വരുന്ന വിദ്വേഷവും പ്രതികരണവുമെല്ലാം ചിത്രത്തിനെ ത്രസിപ്പിക്കുന്ന ചിത്രങ്ങളായി പ്രതലങ്ങളിൽ ആവാഹിക്കപ്പെടുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത കുത്തിവരകളായൊക്കെ ഒന്ന് തോന്നിപ്പിക്കുന്നത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും നിഗൂഢമായ ചിത്രീകരണ ശൈലിയുടെയും പ്രത്യേകത തന്നെയാണ്. രാത്രി അവതരിപ്പിക്കുമ്പോഴും പലപ്പോഴും ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം കറുപ്പായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല PR സതീഷ് അതിനെ കണ്ടത്. പലതരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും കണ്ണുകൾ പോലും ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്, ഈ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കണ്ണുകളാണ്. കണ്ണുകൾക്കാണ് ഇവിടെ സാധ്യത. കാരണം രാത്രിയിൽ കണ്ട കണ്ണുകൾ ആണ് പുള്ളിക്കാരനെ അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന് തന്നെയാണ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ആ കണ്ണുകൾ മാത്രമാണ് എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല, കുറേയധികം ലാൻഡ്സ്കേപ്പുകളുടെ ഒരു സാധ്യത കൂടിയുണ്ട് അതിനകത്ത്. ആ കാഴ്ചകളുടെ ഒരു സാധ്യത കൂടിയുണ്ട്. മറ്റു ചിലയിടത്ത് പല മുഖങ്ങൾ കാണാൻ കഴിയും. അത് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ തന്നെ
ഉള്ള അവരുടെ എല്ലാം ഒരു ഷേപ്പ് വളരെ വ്യക്തമായിട്ട് തന്നെ പുള്ളിക്കാരൻ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഈ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന കാഴ്ചയാണത്. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും തന്നെ നമുക്കൊന്നും മനസ്സിലാവൂല. ബിനാലെ പോലുള്ള കലാവേദികളിൽ കാണുന്ന പല കലാരൂപങ്ങളും ആ കലാകാരന്മാരെയും ഭ്രാന്തന്മാരായൊക്കെ ചിത്രീകരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. യഥാർത്ഥമായ ഭ്രാന്ത് ആർക്കാണ് എന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നാം ചിന്തിക്കേണ്ടത്. അടുത്തിടയ്ക്കാണ് PR സതീഷിന്റെ ക്യാൻവാസുകൾക്ക് ഇത്രയും വലിപ്പം വെച്ചത്. അത് ഈ വർക്കുകളുടെ സമീപനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാൻവാസുകളുടെ വലിപ്പവും അത്രയും വലിപ്പത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു സാധ്യത അയാൾ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. ചെറിയ ക്യാൻവാസുകളിൽ മാത്രമല്ല, വലിയ ക്യാൻവാസുകളിലൂടെ എൻ്റെ ചിത്രങ്ങളും എൻ്റെ അനുഭവങ്ങളും എൻ്റെ രീതികളും എൻ്റെ പഠനങ്ങളും ഒക്കെ തന്നെ അയാൾ അവതരിപ്പിക്കാൻ ഉപയോഗിച്ചത് വലിയ ക്യാൻവാസുകളാണ്, വലിയ സ്പേസാണ്. ആ സ്പേസുകൾ നമ്മൾ കഴിവതും പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പെയിന്റിങ്സിനെ പറ്റിയും മ്യൂസിക്കും എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു സംഗതിയാണ് ആർട്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടാക്കുന്നത്. അത് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നിടത്താണ് അതിൻ്റെ ഒരു രസം. ഇതെനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നിടത്ത് അവർ കാണുന്നില്ല എന്നുള്ളതാണ്. അവർ കാണുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ആർക്കാണ് കഴിയാത്തത്? എല്ലാവരും കാണുന്നവരാണ്. ഇപ്പം തന്നെ ഇടുക്കിയിൽ പോയി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ഇതിൻ്റെയൊക്കെ സൗന്ദര്യം സ്വാഭാവികമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അത്ര ലാൻഡ്സ്കേപ്പുകളൊക്കെ തന്നെയാണ്. ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, ഒന്ന് കണ്ടാൽ മതി. എല്ലാവരും ഒന്ന് വളരെ കുറച്ച് സമയം മാത്രം ഉപയോഗിച്ചാൽ മതി, എന്നിട്ട് അവർ ചിന്തിക്കും സ്വാഭാവികമായിട്ട്. അതാണ് ആർട്ടിൻ്റെ ഒരു സത്യസന്ധത. PR സതീഷിന്റെ കലാവിരുന്ന് കാഴ്ചക്കാരിൽ ആസ്വാദന കലയുടെ പുതിയ മാനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു. കണ്ണുകള്, മുഖങ്ങള് എന്ന് പറയാൻ കുറെ ബിംബങ്ങളെ പറ്റി അത് വളരെ വ്യക്തമായിട്ട് തന്നെ, എന്നാ നമ്മളുടെ ഒരു സ്ട്രക്ചറിന്റെ ആ ഒരു രീതിയിൽ നിൽക്കാതെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാണ്ട് ഈ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഖവും ഒക്കെ കേട്ട് തോന്നും. മറ്റ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഖമില്ല, ചെവിയും തലയും മാത്രമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മറ്റു ചിലയിടത്തെല്ലാം ഒരു സ്പേസും എന്തായിട്ട് കിടക്കുന്നില്ല. എല്ലാ സ്പേസുകളിലും പുള്ളിക്കാരൻ നിറം കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഉള്ളില് നീല വളരെ വ്യക്തമായി തന്നെ നീല ഉപയോഗിച്ചിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് തന്നെ. പിന്നെ തന്നെ കണ്ടില്ലേ ചെറിയ മുഖങ്ങളും. ഈ മുഖങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഇല്ല എന്ന് തോന്നുന്നതിന്റെ കാര്യം തന്നെ ഇത് രാത്രിയിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് എന്ന് ബോധിപ്പിക്കുന്നുണ്ട് അയാൾ. ഒപ്പം തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഇതിൻ്റെയൊക്കെ ഒരു വ്യക്തത നമുക്ക് കൃത്യമായി കിട്ടണമെന്നില്ല. കാരണം ആ ഒരു ഇതിൽ തന്നെയാണ് പുള്ളിക്കാരൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രങ്ങൾക്കൊക്കെ ഇത്രയും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വികൃതമായി തോന്നുന്ന ചിത്രങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാം. വികൃതമല്ല സത്യത്തിൽ, അത് വ്യക്തമാക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണത്. അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നിയത്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പരിധിക്കകത്ത് നമുക്ക് കൃത്യമായിട്ടൊരു ഗാലറി കൾച്ചർ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഗാലറി കയറിയ ആർട്ട് എന്ന് ചോദിക്കാൻ കഴിയുന്നില്ല. ഇപ്പം ഇവിടെ കാണുന്ന ഒരു ആർട്ടിസ്റ്റ് വെച്ചിട്ടുള്ള ക്യാൻവാസുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷനോ മാത്രമൊന്നുമല്ല ആർട്ട്. ഗാലറി കാണുന്നത് ഇപ്പം പ്രിയ രവീഷ് മെഹ്റ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ സ്പേസിൽ അവിടെ തൂണിൽ കുറച്ച് ഇളകി കിടക്കുന്ന കുറച്ച് സംഗതികളുണ്ട്, ഇഷ്ടികയൊക്കെ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആർട്ടിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ച കുറച്ച് പേരുണ്ട്. എല്ലാത്തിലും ആർട്ട് കാണാൻ കഴിയുന്നവരാണ് അവർ. എല്ലാവർക്കും കഴിയും, പക്ഷേ ആരും അങ്ങനെ മെനക്കെടാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു പുച്ഛമാണ് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണത്. ആ പുച്ഛത്തെ മാറ്റി നിർത്തി ആർട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് എന്ന് തോന്നും. അതാണ് ഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ വന്ന ഒത്തിരി പേര്, ഒരുപാട് പേര്. ചിലരാണെങ്കിൽ വെഡ്ഡിങ് ആൽബങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെ രസമായിട്ട് തോന്നി, അതൊന്നും പറ്റിയ സ്പേസ് അല്ലേ എന്ന് വിചാരിച്ച്. മറ്റു ചിലർ ഇതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് വന്നവരുണ്ട്, അങ്ങനെ ചിലർ ഒബ്സർവ് ചെയ്തിട്ടുള്ളവരുണ്ട്. ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളും ആർക്കിടെക്ചർ സ്റ്റുഡൻസും ലിറ്ററേച്ചർ സ്റ്റുഡൻസും ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചിലത് ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നവരുണ്ട്. ഈ ആസ്വാദനത്തിൻ്റെ പരിധി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ വേണേലും ആസ്വദിക്കാം എന്നുള്ളതാണ് സത്യം. അപ്പം ആർട്ടിനെ നമ്മൾ ഏത് തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, അവരെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അവർ തന്നെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതിനല്ലേ സാധ്യത. ഞാൻ ഇന്നതാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടി അല്ലത് ചേട്ടൻ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. ചിത്രകാരനാണെന്നതിലുപരി പ്രകൃതിയെ അടുത്തറിഞ്ഞിട്ടുള്ള പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ എന്ന നിലയിൽ തന്റെ പ്രതികരണങ്ങൾ വികാര തീവ്രത ഒട്ടും കുറയ്ക്കാതെ തന്നെ ചിത്രങ്ങളിലാക്കി ജനമധ്യത്തിലെത്തിക്കുവാനുള്ള ഒരു മാധ്യമമായി മാറുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു വിസ്മയ കാഴ്ചയാണ് PR സതീഷിന്റെ ഈ അത്ഭുത വിസ്മയ കാഴ്ച.